അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാകുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാകുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹോന്നതനായ ദൈവത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തന്റെ ജ്ഞാനത്താൽ ആകാശം സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജലത്തിന് മുകളിലായി ഭൂമിയെ ഉറപ്പിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പ്രകാശഗോളങ്ങൾ സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ സൂര്യനെ സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രതാരങ്ങളെ സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ കടിഞ്ഞൂൽ പുത്രരെ സംഹരിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുത്തുറ്റ കരത്താലും ഉയർന്ന ഭുജത്താലും അവരെ വീണ്ടെടുത്തവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കടലിനെ വിഭജിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിന്റെ നടുവിലൂടെ അവരെ നയിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും സൈന്യത്തെയും കടലിൽ താഴ്ത്തിയവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തന്റെ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചവനെ സ്തുതിക്കുവിൻ.
അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പ്രബലരായ രാജാക്കന്മാരെ തോൽപ്പിച്ചവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ശക്തരായ രാജാക്കന്മാരെ നിഹരിച്ചവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ആമോര രാജാവായ സിഹോനെ സംഹരിച്ചവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാശാൻ രാജാവായ ഓഗിനെ വധിച്ചവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവരുടെ ദേശം അവകാശമായി ജനത്തിനേകിയവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തന്റെ ദാസനായ ഇസ്രായേലിന് അവകാശമേകിയവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ താഴ്മയിൽ നമ്മെ ഓർത്തവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. വൈരികളിൽ നിന്ന് നമ്മെ രക്ഷിച്ചവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സർവജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനെ സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് സിഹിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ അടിമപ്പെടുത്തിയവർ സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ നിർബന്ധിച്ചു. സിഹിയോനിലെ ചില ഗീതങ്ങൾ പാടാൻ അവർ ഞങ്ങളോട് പറഞ്ഞു. അന്യദേശത്ത് വെച്ച് കർത്താവിന്റെ ഗീതങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ എങ്ങനെ ആലപിക്കും? ഓരസ്ലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലത്തുകൈ എന്നെയും മറക്കട്ടെ. ഞാൻ നിന്നെ സ്മരിക്കാതിരുന്നാൽ എന്റെ നാവ് തൊണ്ടയോട് ഒട്ടിച്ചേരട്ടെ. ഓരസ്ലേമിലെ ഞാൻ എന്റെ പ്രധാന സന്തോഷ വിഷയമാക്കും. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ സന്നിധിയിൽ അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു. വിശുദ്ധാലയത്തിൽ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കൃപയെയും സത്യത്തെയും പ്രതി തിരുനാമം പ്രകീർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വചനം മറ്റെല്ലാ നാമത്തെയും കാളങ്ങ് മഹത്വപ്പെടുത്തി. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി എന്റെ ശക്തി വർദ്ധിപ്പിച്ചു. കർത്താവേ, ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം അങ്ങേ സ്തുതിക്കട്ടെ, അങ്ങയുടെ വചനം ശ്രവിക്കട്ടെ. കർത്താവിന്റെ വഴികൾ അവർ പുകഴ്ത്തട്ടെ, അവിടുത്തെ മഹത്വം ഉന്നതമാണല്ലോ. കർത്താവ് മഹോന്നതനെങ്കിലും എളിയവരെ തൃക്കന്മാർക്കുന്നു, അകലെ നിന്ന് അഹങ്കാരിയെ അറിയുന്നു. കഷ്ടതകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ ജീവനെ പാലിക്കണമേ. ശത്രുക്കളുടെ ക്രോധത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ വലത്തുകരം എന്റെ മേൽ നിഴലിപ്പിക്കണമേ. അങ്ങയുടെ കാരുണ്യം എന്നേക്കുമാണ്, അങ്ങയുടെ കരവേല ഉപേക്ഷിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വരുവിൻ, ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവിൻ. യോർദാൻ നദിയാമുദരത്തിൽ മാമോരീസ സലിലത്തിൽ റൂഹ വന്ന് വസിച്ചപ്പോൾ ജലമത് പാവനമായി മാറി. കർത്താവിന്റെ അത്ഭുതങ്ങൾ ആരു വർണ്ണിക്കും? മാമോദീസ കൈക്കൊള്ളും മർത്യരമത്യത പുൽകുന്നു. റൂഹാതൻ കരവേലകളെ വർണ്ണിച്ചിടാനെഴുതല്ല.
മിശിഹായിൽ മാമോദീസ സ്വീകരിച്ചിരിക്കുന്നു. മിശിഹാരാജനോടൊപ്പം നാം മാമോദീസ കൈക്കൊണ്ടു. അവനുടെ സ്നേഹിതരാകും നാം ചേർന്നിടും ഉന്നത സ്വർഗത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവാധിപനാം മിശിഹായേ, ദൈവത്തിൻ സുതനീശോയേ, രക്ഷകനാം നിൻ കാരുണ്യം നന്ദിയോടോർത്തു പുകഴ്ത്തുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് മൗനമായിരിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് മൗനമായിരിക്കരുതേ. അങ്ങ് നിശബ്ദനായിരുന്നാൽ കുഴിയിലേക്ക് പോകുന്നവരോടൊപ്പം ഞാനും നശിച്ചു പോകും. ഞാൻ അങ്ങയുടെ പക്കൽ നിലവിളിക്കുന്നു, വിശുദ്ധാലയത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു. എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവാണ് എന്റെ സഹായവും ആശ്രയവും. എന്റെ ഹൃദയം കർത്താവിൽ ശരണപ്പെടുന്നു. ശരീരം പുഷ്ടി പ്രാപിക്കുകയും ചെയ്യുന്നു. പ്രകീർത്തനങ്ങളാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുന്നാണ് തന്റെ ജനത്തിന്റെ ശക്തി, തന്റെ അഭിഷിക്തന്റെ രക്ഷകനും സഹായകനും. കർത്താവേ, അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ അങ്ങ് മേയ്ക്കണമേ, എന്നേക്കും നയിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നിൻ സ്തുതി പാടാൻ തീർത്ഥവശക്തം ആരംഭവും മാനവഗണവും. യോഗ്യതയറ്റൊരു മാനവവംശം നിന്നുടെ ദയ തന്നാഴം കണ്ടു. സ്നേഹത്തികവേ നല്ലവനേ നീ മർത്യസ്വഭാവം സ്വയമേറ്റു. മൃതിയാൽ മൃത്യുവിനപജയമേറ്റി രക്ഷകനാം നീ സ്വർഗം പോകി. ഉന്നത നൃപനും നാദനുമാം നീ ഉന്നത വേദിയിലുപവിഷ്ടനുമാ. കർത്താവാം നിൻ തിരുസവിധത്തിൽ ദൂതർ നിതരാം ഘോഷിക്കുന്നു. താതൻ പുത്രൻ റൂഹായാകും ദൈവം നിത്യം പരിശുദ്ധൻ താൻ. പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ത്രോവോസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. എന്നാൽ എൻ്റെ സഹോദരനായ തീത്തോസിനെ അവിടെ കാണായികയാൽ എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് മക്കദോനിയയിലേക്ക് പോയി. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യവും അപരന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും. ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ്? ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും